കഴിഞ്ഞ മാസം 30-ാം തീയതിയോടുകൂടിയാണ് ആദ്യം ആന ഇറങ്ങുന്നത്. അപ്പം നേരത്തെ ഈ വനപ്രദേശത്തു നിന്ന് കൃഷിയുടെ സ്ഥലം വരെ വരുമായിരുന്നു. ഇതുവരെ ജനവാസ മേഖലയിൽ ഇത്ര അടുത്ത് വന്നിട്ടില്ല. അപ്പം വെളുപ്പിനെ 5:45 ഞാൻ 4:30 ആയപ്പോൾ ആന ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഞാൻ അക്കരെ പട്ടി ഉരയ്ക്കുന്ന കേട്ടുകൊണ്ട് പക്ഷെ പേടിച്ചിറങ്ങിയില്ല, ഇതെന്തുവാന്ന് അറിയത്തില്ലായിരുന്നല്ലോ. അത് ഞാൻ രാവിലെ 5:45 എഴുന്നേറ്റ് വന്ന ഒരു 6 മണിയോടുകൂടി ഇതുവഴി നടക്കാൻ പോയ മനു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവനെ വന്നിട്ട് കതകെ തട്ടി വിളിച്ചു. ഞാൻ കഥ തുറന്നിറങ്ങിയപ്പം പറഞ്ഞു, ചേച്ചി വിരുന്നുകാരൻ വന്നത് അറിഞ്ഞില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഏത് വിരുന്നുകാരൻ? ബാ ചേച്ചി വന്ന് നോക്കെന്ന് പറഞ്ഞപ്പം ഞാൻ വന്നപ്പം കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ തെങ്ങ് മൊത്തം വലിച്ചൊടിച്ച് ഇവിടെ കണ്ടാലറിയാം. വീടിനോട് ഇത്രയും ചേർന്ന് വീട്, അതാ പുറകിലാ വീട്, ആ വീടിനോട് ചേർന്ന സ്ഥലമായി മുറ്റത്ത് നിൽക്കുന്ന തെങ്ങായത്. തെങ്ങ് ഇത്രയും വലിച്ചൊടിച്ച്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു 10-27 മൂട് വാഴയുണ്ടായിരുന്നു. ആ വാഴയും മൊത്തം വലിച്ചൊടിച്ചിരിക്കുന്ന ഇതാണ്. പേടിച്ചു പോയി കണ്ടപ്പോൾ, എന്തോ ചെയ്യണമെന്നറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കി, അപ്പോഴും അറിയുന്നില്ല വീടിൻ്റെ മുറ്റത്ത് കയറിയ കാര്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിങ്ങനെ നോക്കിയപ്പോൾ കാൽപ്പാട് നോക്കി വന്നു കഴിഞ്ഞപ്പം ആ മുറ്റം വരെ വന്നിട്ടുണ്ട്. ആ മുറ്റം വരെ വന്ന് അവിടെ നിന്ന് അവിടെ കമ്പി ഇതുണ്ട്, ആ കമ്പിയെല്ലാം വളച്ചിട്ട് അവിടെ നിന്ന് തെങ്ങ് മൊത്തം ഇവിടെ എല്ലാം വലിച്ചിട്ടിട്ട്, ഇത് എൻ്റെ കുടുംബ വീടാണ്. ആ കുടുംബ വീടിൻ്റെ ആ സ്ലോപ്പിൻ്റെ പകുതി വരെ ആന കയറിയിട്ടുണ്ട്. കയറി വാഴപ്പിണ്ടിയെല്ലാം വലിച്ച് ഓടിച്ചു. ഇപ്പം ഇത്രയും ദിവസം കഴിഞ്ഞത് കൊണ്ട് അതിൻ്റെ ആ ഭീകരാവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്തത്. പക്ഷേ ഇതിന് കിണർ അവിടെ കൊച്ചച്ഛൻ്റെ കിണറാണ്. ഈ വാഴയും കൊച്ചച്ഛൻ്റെതാണ്. ആ കിണറെല്ലാം എൻ്റെ തറ മൊത്തം പിന്നെ ആന ചവിട്ടി കോൺക്രീറ്റ് മൊത്തം ഇളക്കിയിട്ടുണ്ട്. ഇത്രയും വളരെ ദയനീയ അവസ്ഥയാണ് ഞങ്ങളുടെ ജീവിതം. ഇതിനെന്തുവാ പരിഹാരം എന്നുള്ളത് എല്ലാവരോടും ആലോചിച്ച് ചെയ്യേണ്ട കാര്യം. ഞങ്ങളെ ഈ ആനശല്യത്തിൽ നിന്ന് ഞങ്ങളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം. കാരണം നമുക്ക് എല്ലാവരും പറയുന്ന കണക്ക് ഇവിടെ ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ ഒഴിഞ്ഞ് എങ്ങോട്ട് പോകാനാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറൊരു ഭൂമിയില്ല, പിന്നെ വേറെ വസ്തുവില്ല, ഒന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് എന്തോ അല്ല, ഇനി ആന ചവിട്ടി കൊന്നെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊന്നാലും അവിടോട്ട് വലിച്ചു കുഴിച്ചിട്ട് ഇടണം. അല്ലാതെ കണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്നോ ഈ വീട്ടിൽ നിന്നോ ഇറങ്ങിപ്പോകത്തില്ല. അത് കട്ടായം.